+2 എനിക്ക് ഫുൾ A+ ആണ്. പിന്നെ അതിന് നല്ല സന്തോഷമുണ്ട് എനിക്ക്. ഒരു 6 വയസ്സുള്ളപ്പോൾ കേരളത്തിലേക്ക് വന്നതാണ്. പിന്നെ 5ാം ക്ലാസ് തൊട്ട് ഇവിടെ MS-ൽ പഠിക്കുന്നു. മലയാളം തുടക്കത്തിൽ ഭയങ്കര ടഫായിരുന്നു. പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ പഠിക്കാൻ വേണ്ടി. ഒരു പേരൻസ് ഒക്കെ സപ്പോർട്ടാണ്. പിന്നെ പരിമിതമായ സാഹചര്യങ്ങളാണല്ലോ ഇവർക്കൊക്കെ ഉണ്ടെന്ന് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അതിൽ നിന്ന് ഇത്രയും നേട്ടം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വളരെ മികച്ച ഒരു കാര്യമാണ്. നമസ്കാരം. വെസ്റ്റ് ബംഗാളിൽ നിന്നുമെത്തി +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥി പത്തനംതിട്ട റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് രോഹൻ പ്രധാൻ. സ്കൂളിൻ്റെ ചെയർമാൻ കൂടിയായിരുന്നു രോഹൻ. +2 പരീക്ഷയിൽ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 74% മാർക്ക് വാങ്ങി സഹോദരി റബീക്ക പ്രധാനും രോഹനൊപ്പം പിന്തുണയുമായി ഉണ്ട്. റാന്നിയിലെ ഹോട്ടൽ ജീവനക്കാരനായ റോബർട്ട് പ്രധാനിൻ്റെയും റീത്ത പ്രധാനിൻ്റെയും മക്കളാണ് ഇരുവരും. രണ്ടുപേരും എനിക്കൊപ്പമുണ്ട്. ഏറെ സന്തോഷമുണ്ടല്ലേ? അതെ, ഭയങ്കര സന്തോഷമുണ്ട്. ഫുൾ A+ ആണ്. അതെ, +2 എനിക്ക് ഫുൾ A+ ആണ്. പിന്നെ അതിന് നല്ല സന്തോഷമുണ്ട് എനിക്ക്. നന്ദി പറഞ്ഞോ സാർമാരോടൊക്കെ? സാറുമാരെ ഞാൻ കണ്ടായിരുന്നു. എല്ലാവരും നന്ദി പറഞ്ഞു, എല്ലാവരും കോൺഗ്രാറ്റ്സ് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ സാറുമാരെല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. സ്കൂൾ ടൈമിലും പരീക്ഷ സമയത്തും എല്ലാവരും നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏത് വർഷമാണ് ഇങ്ങോട്ട് വരുന്നത്? എത്ര കാലമായി? ഞാനൊരു 6 വയസ്സുള്ളപ്പോൾ കേരളത്തിലേക്ക് വന്നതാണ്. പിന്നെ 5ാം ക്ലാസ് തൊട്ട് ഇവിടെ MS-ൽ പഠിക്കുന്നു. പിന്നെ 10ലും ഫുൾ A+ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ പഠിച്ച്. പിന്നെ ആദ്യമേ മലയാളമൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മലയാളമായിരുന്നല്ലോ. മലയാളമൊക്കെ ടഫായിരുന്നോ? മലയാളം തുടക്കത്തിൽ ഭയങ്കര ടഫായിരുന്നു. പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ പഠിക്കാൻ വേണ്ടി. അങ്ങനെ ഹെൽപ്പ് ചെയ്തു. വീട്ടിലെത്തിയാൽ ആരാണ് പഠിപ്പിക്കുന്നത്? അങ്ങനെ ട്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ നേരത്തെ ട്യൂഷനൊക്കെ പോകുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ കോവിഡ് സമയത്ത് വീട്ടിൽ തന്നെ പഠിക്കുമായിരുന്നു ഓൺലൈനായിട്ട്. വെസ്റ്റ് ബംഗാളിൽ എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ ഞങ്ങൾ സിലിഗുരിയിലാണ് താമസിക്കുന്നത്. അവിടെ ആരുണ്ട്? അവിടെ ഞങ്ങളുടെ കസിൻസ്, ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ ഡാഡിയുടെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അല്ലാതെ അങ്ങനെ കസിൻസൊക്കെ ഉണ്ട്. പോകാറുണ്ടോ അവിടെ? അവിടെ ഞങ്ങൾ വെക്കേഷൻ ടൈമിലൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ പോയിട്ട് വന്നേ ഉള്ളൂ. ഏതാണ് ഇഷ്ടം? കേരളമാണോ? ഈ കേരളം തന്നെ ഇഷ്ടം. ഇവിടെ തന്നെ നല്ലത്. അതെന്താണ്? അല്ല, ഇവിടെ ഞങ്ങൾ കുഞ്ഞിലെ തൊട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഞങ്ങൾ. കേരളത്തിലെ മലയാളികളൊക്കെ അടിപൊളിയാണോ? എല്ലാവരും അടിപൊളിയാ, എല്ലാവരും ഫ്രണ്ട്ലിയാ, കുറേ കൂട്ടുകാരുണ്ട്. ശരി. മോളെന്താണ് പറയുന്നത്? മോൾക്ക് 74% മാർക്കുണ്ടല്ലേ? എങ്ങനെയുണ്ട്? പഠിക്കാനൊക്കെ എളുപ്പമായിരുന്നു ഇവിടെ? കുറച്ച് പാടാ. മലയാളമൊക്കെ നല്ലപോലെ എഴുതുമോ? എല്ലാം അറിയാം. കുഞ്ഞിലെ പഠിച്ചല്ലേ. നിങ്ങളുടെ ഭാഷ അറിയാമോ? ഹിന്ദി. അച്ഛനൊക്കെ ജോലി ചെയ്യുന്നത് എവിടെയാണ്? അച്ഛൻ ഇവിടെ വൈക്കത്ത് KL62 ഹോട്ടലാണ് കുക്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. ജോലിയാണ്. കുറേ വർഷമായിട്ട് അച്ഛനോട് ജോലിയാണ്? അച്ഛൻ്റെ കുഞ്ഞിലെ തൊട്ട് അച്ഛൻ ഇവിടെ വന്ന് ജോലിയായത്. പിന്നെ മാരേജ് കഴിഞ്ഞ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം ഇവിടെ പഠിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് അല്ലേ? ഇവിടെ തന്നെ കണ്ടിന്യൂസ് ചെയ്യാൻ കോളേജ്. എന്താണ് മോൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണ്? ഞാൻ ACC വിത്ത് BCom കോഴ്സ് പഠിക്കാനാണ്. പിന്നെ ഇവിടെ അഡ്മിഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. മോൾക്ക് എന്താണ് പ്ലാൻ? എനിക്ക് BA ഹിന്ദി എടുക്കാൻ പോവാം. സ്കൂളിൻ്റെ ചെയർമാനായിരുന്നല്ലോ? അതെ, ചെയർമാനായിരുന്നു. പിന്നെ ഈ മലയാളികളുടെ ഇവിടെ വന്ന ഈ സ്കൂളിലെ വിദ്യാർത്ഥികളായ മലയാളികളുടെയൊക്കെ മനസ്സ് കീഴടക്കിയോ? അതെങ്ങനെയാണ് ലീഡർഷിപ്പിലേക്ക് ക്യാൻഡിഡേറ്റിലേക്ക് വന്നത്? ആദ്യം എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ലായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് വന്ന് പറഞ്ഞു, ടീച്ചേഴ്സ് എന്നെ കൂടുതലും പുഷ് ചെയ്ത് ചെയർമാനാണെന്നും അവിടുത്തെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ കയറി പിന്നെ അങ്ങനെ ചെയർമാൻ ആയതാണ്. നല്ല ക്ലോസ് ഫ്രണ്ട്സൊക്കെയാണ്? ഒത്തിരി പേരുണ്ടോ? കുറേ പേരുണ്ട് ക്ലാസ്സിൽ. എല്ലാവരും നല്ല ഫ്രണ്ട്സൊക്കെ തന്നെ. എല്ലാവരും നല്ല കോൺടാക്റ്റിലുള്ളവരൊക്കെ. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്? സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനകത്തുണ്ടായിരുന്നു. ഞാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനകത്തുണ്ട്. സിസ്റ്റർ NSSനകത്തുണ്ടായിരുന്നു. പിന്നെ വേറെ എന്താണ് അടുത്ത വേറെ കളികൾ? ഇവിടുത്തെ സ്പോർട്സ് ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട് സ്കൂൾസിൽ. മോളെന്താണ് കലാപരമായ ആർട്ടിൽ ഡാൻസ്? അനിയത്തി ഇങ്ങനെ ഡാൻസ് കളിക്കാറുണ്ട്. ഈ സ്കൂള് നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല അല്ലേ? നിങ്ങൾക്ക് വലിയൊരു അനുഭവം തന്നൊരു സ്കൂളാണല്ലേ? ഇല്ല, മറക്കാൻ പറ്റില്ല. കുഞ്ഞിലെ തൊട്ട് പിന്നെ ഇവിടെ തന്നെ പഠിച്ചു. 10ലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതും നല്ല ഓർമ്മ വരും. പിന്നെ +2 ലൈഫ് നല്ലതായിരുന്നു.
ഇപ്പം തൽക്കാലത്തേക്ക് നിങ്ങൾ സ്കൂള് വിട്ട് ഇവിടുന്ന് ഇറങ്ങിയാണ്, അപ്പം വിഷമമുണ്ടായോ? വിഷമമൊക്കെ ഉണ്ട്. ടീച്ചേഴ്സിനെല്ലാം മിസ് ചെയ്യും. പിന്നെ സ്കൂൾ ലൈഫും നല്ല അടിപൊളിയായിരുന്നു. രണ്ടുപേരും ഇനി ഒരുമിച്ചാണോ കോളേജിലേക്ക് പോകാനുണ്ട്? ഒരേ കോളേജിൽ തന്നെ പോകാനോ? അല്ല നമ്മൾ വേറെ വേറെ ആയിരിക്കും. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു റിസൾട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. അതിലും സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ എട്ട് മധുരം പോലെയാണ്. നമ്മുടെ മറ്റ് സംസ്ഥാനത്തു നിന്ന്, പ്രത്യേകിച്ച് ബംഗാളിൽ നിന്നൊരു കുട്ടി ഇവിടെ വരികയും ഈ സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ പഠിക്കുകയും 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിക്കുകയും അതിനേക്കാൾ ഒരു 12ാം ക്ലാസ്സിൽ വന്നപ്പം വളരെ A+ൻ്റെ എണ്ണം കുറവാണല്ലോ, എന്നിട്ട് പോലും ഫുൾ A+ വാങ്ങിക്കുകയും അതിലുപരി സ്കൂളിൻ്റെ മുഴുവൻ ലീഡർഷിപ്പിലേക്ക് വന്നൊരു കുട്ടിയോടാണ്. കാരണം ഒരു സ്കൂളിൻ്റെ ചെയർമാനാണ് കഴിഞ്ഞ വർഷത്തെ റോഹൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ സ്കൂൾ ചെയർമാനാണ്. ക്ലാസ് പ്രതിനിധികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് ഇലക്ഷനിൽ കൂടി വന്ന ചെയർമാനാണ്. അത് നല്ല നേതൃത്വപാഠമുള്ളതാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് സോൾവ് ചെയ്യാനും അത്തരമുള്ള കഴിവുണ്ടായിരുന്നു. ക്ലാസ്സിലെ പിള്ളേർ പല പ്രശ്നങ്ങളുള്ളവരാണ്, അവരുടെ കാര്യങ്ങൾ വന്ന് നമ്മളോട് പറയുകയും കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതൃഗുണമുള്ളവരായിരുന്നു. അതൊക്കെ സ്കൂളിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ അംഗമായിരുന്നു. നല്ല മികച്ച ഒരു ഫുട്ബോൾ പ്ലെയറാണ്. ബംഗാൾ നമുക്കറിയാമല്ലോ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട, അത് തന്നെ അവന് ആ കഴിവുണ്ട്. അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും രോഹൻ്റെ സഹോദരിയാണ് റബേക്ക നല്ല വിജയത്തിലാണ്. ഫുൾ A+ലേക്ക് പോലും 72% റിസൾട്ട് ഉണ്ട്. രണ്ടുപേരും ട്വിൻസ് അല്ല, പക്ഷേ സഹോദരങ്ങളാണ്. രണ്ടുപേരും സാധാരണ ഒരു ഇവിടെ ജോലിക്ക് വന്ന് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു പിതാവിൻ്റെ 2 മക്കളാണ്. ഒരു പാവം പിടിച്ച കുടുംബത്തിൽ നിന്ന് ഇത്രയും നല്ല ഉന്നതിയിലേക്ക് ഇവർ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവർക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അവരുടെ ആ രീതി? പഠിക്കാനൊക്കെ വലിയ അത്ര ഇല്ലായിരുന്നു. സാറന്മാരത് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ത് കാര്യത്തിനും. പക്ഷേ പുള്ളിയുടെ നല്ല ഇംഗ്ലീഷൊക്കെ നല്ല ആക്സെൻ്റാണ്. നമ്മുടെ സ്കൂളിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ പുള്ളിയായിരുന്നു അത് ആക്സെൻറ്റ് ഫുട്ബോൾ കളിച്ചോണ്ടുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒന്ന് എടുത്തപ്പോൾ അത്ര നല്ല ആക്സെൻറ്റും നല്ല ലാംഗ്വേജും ഒക്കെ ഉള്ളതാണ്. പെങ്ങൾ അത്രയും ലേബറും അധികം സംസാരം കുറവുള്ള ആളാണെന്നേ ഉള്ളൂ. മറ്റ് കാര്യങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോകുന്ന ആളാണ്. മലയാളമൊക്കെ കൈകാര്യം ചെയ്യാൻ മലയാളമൊക്കെ എഴുതാനും പറയാനും ഒക്കെ പറ്റുന്ന ആളാണ്. പറ്റുന്നുണ്ട്, നന്നായി പറയുന്നുണ്ട്. വലിയ സന്തോഷം, വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ സ്കൂളിന് മൊത്തത്തിലൊരു സന്തോഷത്തിലൊരു സമയം. സ്കൂളിൽ നല്ല മികച്ച വിജയം ഉണ്ടെന്ന് തോന്നുന്നു. അതെ നമുക്ക് 13 A+ ഒരു സാധാരണ മലയോര പ്രദേശമാകുമ്പോൾ അവിടെ നല്ല ഈ പ്രാവശ്യം നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ ഒരു കൂട്ടായ പരിശ്രമമാണ്. ഇവരുടെ പേരൻസ് ഒക്കെ പഠിക്കാൻ സപ്പോർട്ടിങ് ഒക്കെ നല്ല ഇതാണോ അവർ പറയാറുണ്ട്? അവർ പേരൻസ് ഒക്കെ സപ്പോർട്ടാണ്. പിന്നെ പരിമിതമായ സാഹചര്യങ്ങളാണല്ലോ ഇവർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അതിൽ നിന്ന് ഇത്രയും നേട്ടം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വളരെ മികച്ച ഒരു കാര്യമാണ്. നമുക്ക് സ്കൂളിലും അത് വളരെ സന്തോഷമാണ്. റോഹൻ പ്രധാൻ്റെ ക്ലാസ് ടീച്ചറാണ് ഞാൻ. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി. ഫസ്റ്റ് ഇയർ +1 കൊമേഴ്സിലേക്ക് വന്ന. അപ്പം ഫുൾ A+ കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷയാണ് കൊമേഴ്സിൽ. അപ്പം നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിക്കും. പക്ഷേ അപ്പോൾ അതിനേക്കാട്ടുപരി അവന് ക്ലാസ്സിലാണേലും നല്ല അറ്റൻറ്റീവായിട്ടിരിക്കുകയും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇനീഷ്യേറ്റീവ്നെസ് എടുത്ത് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയാണ് റോഹൻ പ്രധാൻ. അതുപോലെ അവിടുന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന് മലയാളം ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും യാതൊരു മടിയും കൂടാതെ തന്നെ നന്നായിട്ട് ആൾ പ്രസൻറ്റ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ സ്കൂൾ ചെയർമാനായിരുന്നു. ഫസ്റ്റ് ഇയറിൽ തന്നെ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ നേടിയിരുന്നു. അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഏത് പരിപാടി പറഞ്ഞാലും റോഹനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ചെയ്ത് തരുമായിരുന്നു. അപ്പം എൻ്റെ ക്ലാസ്സിൽ റോഹൻ ക്ലാസ്സിൽ മാത്രമല്ല സ്കൂളിന് തന്നെ ഒരു മാതൃകയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു റോഹൻ പ്രധാൻ. റബീക ഒരു സ്കൂളിലെ NSS വോളണ്ടിയർ കൂടിയായിരുന്നു. നല്ല നിലയിൽ ഡാൻസ് ചെയ്യുന്നൊരു വിദ്യാർത്ഥിനി കൂടിയാണ്. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവർ വളരെ നല്ലതായിട്ട് അച്ചടക്കത്തോടുകൂടി ക്ലാസ്സിൽ മറ്റു കുട്ടികളോടും വളരെ സ്നേഹത്തോട് പെരുമാറുന്ന ഒരു കുട്ടികൾ തന്നെയാണ്. മലയാളം നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അവർ എഴുതാനും വായിക്കാനും എല്ലാം നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്യും. 2 വിദ്യാർത്ഥികളും സ്കൂളിനൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. എല്ലാവർക്കും ഒരു മാതൃകയായ വിദ്യാർത്ഥികളാണ് രണ്ടുപേരും. ഏതായാലും അടിപൊളിയാണ്. ഇവർ ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയാണ് ഈ സ്കൂളിൻ്റെ ആകെ മനസ്സ് കീഴടക്കിയിരിക്കുന്നത്. ഒപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളൊക്കെ മുൻപന്തിയിൽ നിന്ന് ഫുട്ബോൾ ക്യാപ്റ്റൻ കൂടിയായിരുന്നു റോഹൻ പ്രധാൻ. കട്ട സപ്പോർട്ടുമായി റബീക പ്രധാനും റോഹനൊപ്പം ഉണ്ടായിരുന്നു. ഏതായാലും രണ്ടുപേരും ഈ സ്കൂളിൻ്റെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ മനസ്സ് കീഴടക്കിയാണ് ഇവിടെ നിന്നും പടിയിറങ്ങുന്നത്. ഈ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.